അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. നല്ല രുചികരമായ ചിക്കൻ കറിയുടെ റെസിപ്പിയുമുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അങ്ങനെ രാവിലെ തന്നെ ദാരിയൊക്കെ അടുപ്പത്തിട്ട് കേട്ടോ. അതിനുശേഷം ചായയൊക്കെ റെഡിയാക്കിയ ശേഷം പറമ്പിലേക്കൊന്ന് കിടക്കണം. പറമ്പിൽ നിറയെ ചവറ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തീയിടണം. അങ്ങനെ ചായയൊക്കെ റെഡിയാക്കിയ ശേഷം നേരെ ചവറൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി തീയിടാൻ നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് തീയിടുന്ന ഇടയിൽ ഭയങ്കര ക്ഷീണവും തളർച്ചയും വന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ഇന്ന് ഇഡ്ഡലിയും ചട്നിയുമാണ് ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ചിക്കൻ വാങ്ങിച്ചാലോ എന്നൊരു ചിന്തയുമുണ്ട്. അങ്ങനെ തീയൊക്കെ ഒന്ന് ഇട്ട ശേഷം നേരെ വന്നതാ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പോകുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഈ മാവിൻ്റെ റെസിപ്പി നമ്മുടെ വെള്ളയപ്പത്തിൽ പ്രയോഗിച്ച അതേ ട്രിക്ക് തന്നെയാട്ടോ ഞാൻ ഇതിലും പ്രയോഗിച്ചിരിക്കുന്നത്. ഐസ് ക്യൂബാണ് ചേർത്തുന്നത്. നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇഡ്ഡലി മാവ് തട്ടിലേക്കൊക്കെ ഒഴിച്ച ശേഷം തിരുമ്പാൻ മിഷ്യത്തിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തിരുമ്പി തോരയിടാൻ വരാം കേട്ടോ. അങ്ങനെ തുണികളൊക്കെ ഒന്ന് തോരയിട്ട ശേഷം അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയപ്പോഴുണ്ട് പാത്തൂസ് ഇങ്ങനെ കസേരം ഇങ്ങനെ ഇരിപ്പാണ്ടാ. അപ്പോൾ പാത്തൂസിനോട് ചോദിച്ചു, ഇന്ന് നമുക്ക് കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് ഫുഡ് കഴിക്കാനിരുന്നാലോ എന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ വേഗം തന്നെ അവൾ കൂട്ടാക്കി. അങ്ങനെ അവളെ കുളിച്ച് സുന്ദരി കുട്ടിയാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പാത്തൂസിനുള്ള ഫുഡൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. അതിനുശേഷം ചോറൊക്കെ വെന്ത് പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചു. അതിനുശേഷം പാത്തൂസ് സുന്ദരി കുട്ടിയായി വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. അതിനുശേഷം ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോഴുണ്ട് സബോളയൊന്നുമില്ല. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞപ്പോൾ മോൻ കൂട്ടാക്കിയില്ല. പാത്തൂസിനോട് പറഞ്ഞപ്പോൾ പാത്തൂസ് പൈസയും കവറായിട്ട് ഓടുന്നു കേട്ടോ. അതിൻ്റെ പിന്നാലെ ഞാനും ഉണ്ട് കേട്ടോ. അതിനുശേഷം വീട്ടിലെത്തി. അങ്ങനെ ചിക്കൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു പാകത്തിന് സബോളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും പച്ചമുളകൊക്കെ ചേർത്ത് നന്നായി ഇങ്ങോട്ട് വഴറ്റി കൊടുത്ത ശേഷം കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, സാദാ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് നന്നായി ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് സെറ്റാക്കി കേട്ടോ. അതിനുശേഷം ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ചെറുനാരങ്ങ നീരാണ് പിഴിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം പാകത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. പിന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്തായിരുന്നു സ്പെഷ്യൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ചിക്കനൊക്കെ പകുതി വേവായപ്പോൾ കറി മസാലയുടെ ഇലയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം കുരുമുളക് പൊടി പിന്നെ മല്ലിയില ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. അതിനുശേഷം കറി മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ രുചികരമായ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ മോൻ വന്ന് പറഞ്ഞു, ഇന്ന് പൊറോട്ട വേണമ്മ, എന്തായാലും ഉമ്മ ചിക്കൻ കറി വെക്കല്ലേ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ മക്കളേന്ന് ഞാനും പറഞ്ഞു കേട്ടോ. അങ്ങനെ രുചികരമായ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാത്തൂസും മോനൊക്കെ ടേബിളിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രത്തിലൊക്കെ ആക്കിയ ശേഷം മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ പാത്തൂസും മാച്ചും കോഴിക്കാലിന് ഇങ്ങനെ വാശി പിടിക്കാൻ കേട്ടോ. അങ്ങനെ രണ്ടാളുടെ പ്ലേറ്റിലും ചിക്കൻ കാലൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 7 മണിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ്. മക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ നാളെ ഞാൻ വിചാരിക്കുന്നു വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ വെള്ളയപ്പത്തിനുള്ള മാവൊക്കെ ഒന്ന് മിക്സിയിലടിച്ചെടുക്കണം. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച ശേഷം മാവ് റെഡിയാക്കാനായിട്ട് അടുക്കളയ്ക്ക് പ്രവേശിച്ചു കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടുണ്ടായിരുന്നു. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
ഇതിലെ ട്രിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. കണ്ട കൂട്ടുകാർക്കൊക്കെ അറിയാം കേട്ടോ. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ മാവൊക്കെ ആട്ടിതാ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനിയാണ് ട്രിക്ക്. എന്താണെന്ന് അറിയണ്ടേ? ഐസ് ക്യൂബ്. അങ്ങനെ അതിലേക്കിട്ട് നന്നായി അങ്ങോട്ട് മിക്സാക്കിയ ശേഷം മൂടി വെച്ചു. അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത ശേഷം എല്ലാ പണികളും കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ.